ആശയുടെ ബൈക്ക്. കണ്ണൻ പറഞ്ഞത് കേട്ടതും ആദ്യ കാറ് നിർത്തി എല്ലാവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവർ ബൈക്കിനരികിൽ എത്തിയപ്പോൾ തന്നെ കറി മുഴുവൻ അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടു. കൂടെ ആശയുടെ ഫോണും. കിച്ചു ഫോൺ കയ്യിലെടുത്ത് കരയാൻ തുടങ്ങി. ആശയെ അവിടെയെല്ലാം തിരഞ്ഞു. അവർ മുന്നോട്ട് ഓടി. ഇടയ്ക്ക് ആശയും അപ്പുവിനെയും വിളിക്കുന്നുണ്ടായിരുന്നു. അവർ ഓടി ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തി. അവിടെ കുറച്ച് പേർ നിൽക്കുന്നത് കണ്ടു. അവർ അവിടേക്ക് നടന്നു. പെട്ടെന്ന് ആശയുടെ നേരെ ഒരാൾ വാള് വീശുന്നത് കണ്ടതും സിദ്ധു അയാളെ ചവിട്ടി താഴെയിട്ടു. സിദ്ധു ആശയുടെ അരികിലിരുന്ന് കരയുന്ന അപ്പുവിനെ നോക്കി. അവൻ അപ്പുവിനെ പിടിച്ച് നേരെ ഇരുത്തി. ആശയുടെ കയ്യിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. സിദ്ധു, ആശി, നിന്റെ കൈക്ക് ഇതൊന്നും പറ്റി? രക്തം വരുന്നുണ്ടല്ലോ. ആശി നടന്നതെല്ലാം അവനോട് പറഞ്ഞു. അപ്പോഴും അപ്പു വേദന കൊണ്ട് കാലുകൾ പൊത്തിപ്പിടിച്ച് കരയുകയായിരുന്നു. സിദ്ധു അവനെ പൊക്കിയെടുത്തു. ആശയും അവനൊപ്പം എഴുന്നേറ്റു. ബാക്കിയുള്ളവരെല്ലാം ഒന്നിനെയും വെറുതെ വിടാതെ അടിച്ചൊതുക്കുകയാണ്. സിദ്ധു ആദ്യയെ ഒന്ന് നോക്കി. സിദ്ധു, അവരെ കൊണ്ടുപോയി വണ്ടിയിലിരുത്ത്. പറയടാ, ആരാ ആ ജയദേവാണോ നിനക്കൊക്കെ കൊട്ടേഷൻ തന്നത്? സത്യമായിട്ടും ഞങ്ങൾക്കൊന്നും അറിയില്ല. ആശാനെ വിളിച്ച് ആളുകൾ കൊട്ടേഷൻ കൊടുക്കും. ആരാണെന്നും എന്താ ചെയ്യേണ്ടതെന്നും ആശ ഞങ്ങളോട് പറയും. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് ഇത്തവണ നിന്റെ ആശാൻ എന്താണ് പറഞ്ഞത്? ഈ കൊച്ചുങ്ങളെ രണ്ടാളെയും കൊല്ലണമെന്ന്. വിച്ചു, മാമനെ വിളിച്ച് അവരോട് വന്ന് ഇവരെ കൊണ്ടുപോകാൻ പറ. അല്ല, ഇതെന്താ പതിവില്ലാതെ മോളോ അമ്മയുടെ കൂടെ? അത് പപ്പ, അമ്മ എനിക്ക് ഓരോ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ അതൊക്കെ കേട്ടിരുന്നതാ. എങ്കിൽ ശരി പപ്പ, ഗുഡ് നൈറ്റ്. മോള് പോയി കുറച്ച് വെള്ളം എടുത്ത് സിറ്റിംഗ് ഏരിയയിലേക്ക് വാ. മോള് പോയി കിടന്നു, അമ്മ എടുത്തു കൊടുത്തോളാം. ഹലോ കൃഷ്ണ, പറ. ഹലോ ഭവി, നീ എവിടെയാ? പിന്നെ അയാൾ ഇവിടെയുണ്ട്. ആ ദേവ് പപ്പയുടെ കൂടെ വന്നതാ. എന്നിട്ട് അവൻ എവിടെ? താഴെയുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട് ഭവി. പേടിക്കണ്ട, നീ ഡോർ ലോക്ക് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം. പിന്നെ ആ ബാൽക്കണിയിലെ ഡോർ ലോക്ക് ആക്കണ്ട. ശരി ഭവി, പെട്ടെന്ന് വരണേ. കൃഷ്ണ, പെട്ടെന്ന് വരാം. ആദ്യേട്ടാ, അപ്പോ മാഷി എവിടെ? എന്റെ ശ്രീ, നീ ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവന് പെട്ടെന്ന് കാലിന് വേദന വന്നതാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോ എനിക്കൊന്നുമില്ല ചേച്ചി, കാലിന് വേദന വന്നതാ, ഇപ്പൊ മാറി. ഞാനിവിടെ ഉണ്ട്. അയ്യോ ആശി, കയ്യിനെന്ത് പറ്റി? അത് അവൻ വേദന കൊണ്ട് കരഞ്ഞപ്പോ കരച്ചിട്ട് വരാതിരിക്കാൻ ഞാൻ കൈ വെച്ച് കൊടുത്തതാ, അല്ലാതെ പേടിക്കാനൊന്നുമില്ല. താങ്ക് യു ആശി. താനു, നിന്റെ അനിയൻ എന്ന് പറഞ്ഞാൽ എന്റെയും അനിയൻ തന്നെയാ, കേട്ടല്ലോ? എന്നാലും മിണ്ടി പോകരുത്. നിനക്കൊക്കെ പകരം ഞാൻ പോയിരുന്നുവെങ്കിലേ അവന്മാരെല്ലാം ഇപ്പോ ഇവിടെ ബെഡിൽ കിടന്നേനെ. എങ്കിൽ പിന്നെ നമ്മൾ മോർച്ചറിയിലും കിടന്നേനെ. കൃഷ്ണ, കൃഷ്ണ,
സോറി കൃഷ്ണ, ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ എന്നെ ബെഡിലേക്ക് വിളിച്ചപ്പോ അറിയാതെ സംഭവിച്ചതാ. സോറി പവി. പവി എന്തിനാ ലൈറ്റ് ഓഫ് ആക്കിയേ? നീ ഉറങ്ങിയെന്ന് കരുതിക്കോട്ടെ. മോളെ കൃഷ്ണ, പാത്രി തുറക്ക്, പപ്പയാ വിളിക്കുന്നേ. മോളെ. അയ്യോ പവി, പപ്പയാ. ആരായാലും നീ ഇപ്പോ വാതിൽ തുറക്കുന്നില്ല. ആ കാലൻ ഈ കാലിന്റെ കൂടെ കാണും. പവി അതെന്റെ പപ്പയാ. അല്ല പവി, നീ എങ്ങനെ വന്നേ? നിന്നെ ആരും കണ്ടില്ലേ? ഞാൻ ബൈക്കിലാ വന്നേ. വണ്ടി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. ഇങ്ങോട്ട് മതില് ചാടി ആ പൈപ്പ് വലിഞ്ഞു കയറി വന്നു. ഓ, എന്റെ കൈ നീറുന്നു. അതെന്താ? ഇല്ലടി, പൈപ്പിൽ കൂടി വലിഞ്ഞു കയറുമ്പോൾ നല്ല സുഖമാ. ഓ പിന്നെ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. എങ്കിലേ മോള് ദേവിനെ പേടിച്ച് ഇവിടെ കിടന്നു. ഞാൻ പോവാ. പിണങ്ങല്ലേ പവി. ചുമ്മാ നിന്നൊന്ന് പറ്റിച്ചതാ. പോടാ. ക്രിഷ്, ഒന്ന് നോക്കടി, മുത്തല്ലേ? അല്ല. ഉറപ്പാണോ? ഡാ പവി, അങ്ങേര് വരുമ്പോഴല്ല നീ വരുമോടാ? എന്തിന്? അല്ല, എന്നെ ആ കാബാലികന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ. വരണോ? നിന്റെ അച്ഛനോ അല്ലെങ്കിൽ ആ കാലിനോ എന്നെ കണ്ടാൽ തീർന്നു മോളെ, തീർന്നു. ഹേയ്, നീ പേടിക്കണ്ട. പേടിക്കാതെ പറ്റില്ല മോളെ. എങ്കിൽ പേടി മാറാൻ ഞാനൊരു മരുന്ന് തരട്ടെ? എന്താ? ഐ ലവ് യു പവി. അല്ല കൃഷ്ണ, നീ ഇതെന്തറിഞ്ഞിട്ടാ? ഇതുപോലെ നീ എന്നും എൻ്റെ കൂടെ വേണം. നീ എന്തായിരുന്നു എന്നല്ല, ഇപ്പോൾ നീ എന്താണ്, അത് മാത്രം മതി എനിക്ക് നിന്നെ വിശ്വസിക്കാൻ. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല പവി. പപ്പ പോലും ഇപ്പോൾ എനിക്കൊരു അപരിചിതനെ പോലെയാ. ഹേയ്, കരയില്ലേ കൃഷ്ണ. നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാലോ. അതാ ഞാൻ. എന്നെ ചതിക്കില്ലെന്ന് വാക്ക് തരുമോ പവി? സത്യം, ഒരിക്കലും എൻ്റെ കൃഷ്ണയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ഐ ലവ് യു കൃഷ്ണ. എന്താ ശ്രീ, നിനക്ക് നാണം വന്നോ? എനിക്ക് നാണൊന്നും വന്നില്ല. വന്നില്ലേ? ഇല്ല. പവി? പവിയേട്ടനോ? ഇവനെന്താ ഇപ്പോ? എന്താ ചേട്ടാ? അതൊക്കെ ഉണ്ട്, നീ വന്നേ.